അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ സംസാരത്തിന്റെയും പ്രവൃത്തികളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു നമ്മെ പഠിപ്പിച്ച അതിമനോഹരമായ ഒരു പാഠം സഹീഹ് അൽ ബുഖാരിയിൽ കാണാം. ഒരാൾ നബി സല്ലല്ലാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഏറ്റവും ഉത്തമമായ ഇസ്ലാം ആരുടേതാണ്? ചോദ്യം കേട്ട നബി സല്ലല്ലാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: തന്റെ നാവുകൊണ്ടും കൈകൊണ്ടും മറ്റുള്ള മുസ്ലിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കാത്തവന്റെ ഇസ്ലാമാണ് ഏറ്റവും ഉത്തമം. ഇത് കേവലം ഒരു വാക്യമല്ല, മറിച്ച് നമ്മുടെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആഴമേറിയ ഒരു സന്ദേശമാണ്. ഇസ്ലാം എന്നത് കേവലം ആരാധനകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, അത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രതിഫലിക്കേണ്ട ജീവിത രീതിയാണ്. ഒരു വ്യക്തി പതിവായി നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്താൽ പോലും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഇസ്ലാം പൂർണ്ണമല്ല. ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു വാക്ക് മതി നമ്മുടെ എല്ലാ പുണ്യകർമ്മങ്ങളും ഇല്ലാതാകാൻ. പരിഹാസവും അപവാദവും പരദൂഷണവും ആക്ഷേപവും ബന്ധങ്ങളെ തകർക്കുകയും ഹൃദയങ്ങളിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുകയും ചെയ്യും. അതിനാൽ ഒരു നല്ല മുസ്ലിമായി ജീവിക്കാൻ ആദ്യം വേണ്ടത് നമ്മുടെ നാവുകളെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ്. നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരു നല്ല മുസ്ലിം കൈകളുടെ ശക്തി കൊണ്ട് നീതി നിഷേധിക്കുന്നവനല്ല, മറിച്ച് നീതിയുടെ പാതയിൽ സഞ്ചരിക്കുന്നവനാണ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലും നമ്മൾ പങ്കുവെക്കുന്ന വാക്കുകളും കുറിപ്പുകളും കമന്റുകളും പോലും ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഈ പാഠം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ പോലും ഭാര്യയോടും ഭർത്താവിനോടും മാതാപിതാക്കളോടും മക്കളോടും സംസാരിക്കുമ്പോൾ നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തണം. ചെറിയ വാക്കുകൾ പോലും മനസ്സിൽ വലിയ മുറിവുകൾ സൃഷ്ടിച്ചേക്കാം. അയൽക്കാരോടും സഹപ്രവർത്തകരോടും സമൂഹത്തോടും നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതും പ്രധാനമാണ്. മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്നവനാകണം ഓരോ വിശ്വാസിയും. നാം സംസാരിക്കുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ആശ്വാസമാകുമോ അതോ മുറിവുണ്ടാക്കുമോ എന്ന് സ്വയം ചോദിക്കുന്നത് വളരെ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും മികച്ച മുസ്ലിം കൂടുതൽ ആരാധനകൾ ചെയ്യുന്നവനല്ല, മറിച്ച് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുകയും അവർക്ക് യാതൊരുവിധ ഉപദ്രവവും ഉണ്ടാക്കാത്തവന്റെ ഇസ്ലാമാണ് ഏറ്റവും മികച്ചത്. ഈ ഹദീസിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അള്ളാഹു നമ്മെ അതിന് തുണയ്ക്കട്ടെ.